ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ പൂനെയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലോണാവാലയിലോട്ട് പോകാനായിട്ട്. ഓൾമോസ്റ്റ് ഒരു 2 hours കാണിക്കുന്നത്. ആൻഡ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് ഇസ് ദാറ്റ് നമ്മളൊരു 3 yearsന് ശേഷം എൻ്റെ കൂടെ വർക്ക് ചെയ്ത മാമിനെ കാണാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു 2023 നമ്മൾ ലാസ്റ്റ് മീറ്റ് ചെയ്തത്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ വർഷം. പിന്നെ നമ്മൾ തിരിച്ച് നാട്ടിൽ വന്ന് പിന്നെ ഞങ്ങൾ UAE പോയി. ഇതുവരെ ഫോൺ ത്രൂ അല്ലാണ്ട് നേരിട്ട് കണ്ടിട്ടില്ല. സോ എക്സൈറ്റഡ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഹലോ ഗൈസ്. പോകുന്ന വഴി മാമിനൊരു ഡ്രസ്സ് മേടിക്കാനായിട്ട് നമ്മളൊരു മോളിൽ കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുക്കീസും ചോക്ലേറ്റ്സൊക്കെ മാമിന് വേണ്ടിയിട്ട് UAE നിന്ന് തന്നെ കൊണ്ടുവന്നായിരുന്നു. ബട്ട് എനിക്ക് ഡ്രസ്സ് മേടിക്കാനായിട്ടൊരു ഷോപ്പിങ്ങിനൊന്നും പോകാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാൻ കരുതി നാട്ടിൽ വന്നിട്ട് മേടിക്കാമെന്ന്. അങ്ങനെ ഒരു ലോങ് ഡ്രസ്സാണ് മേടിച്ചത്. ഇട്ടിട്ട് ഫോട്ടോയൊക്കെ അയച്ചു തന്നായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള റോഡ്സും 2 സൈഡിലും മരങ്ങളും ഒരുപാട് സിനിക് വ്യൂസ് ഉള്ള വഴിയിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഒരുപാട് എൻജോയ് ചെയ്തു ആക്ച്വലി. അത്യാവശ്യം നല്ലൊരു ലോങ് ഡ്രൈവായിരുന്നു കേട്ടോ ഇത്. ഞാൻ പോകുന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് റോഡ് ഭയങ്കര സ്മൂത്തായിരുന്നു. അതുകൊണ്ട് നമ്മളുടെ ട്രാവലിങ്ങും കുറച്ച് ഈസി ആയിരുന്നു. പോകുന്ന വഴി കരിക്കും വെള്ളം കുടിക്കാനായിട്ട് നിർത്തി കേട്ടോ. അങ്ങനെ ഷോപ്പ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അവിടെ നിർത്തി കരിക്കും വെള്ളമൊക്കെ കുടിച്ചു, കരിക്കൊക്കെ കഴിച്ചു. UAE നമുക്ക് കരിക്കൊക്കെ കിട്ടുമെങ്കിലും ഇങ്ങനെ റോഡ് സൈഡിൽ നിന്ന് കുടിക്കാനുള്ള സെറ്റപ്പൊന്നും ഇല്ലല്ലോ. നമ്മൾ ലൈഫിൽ അത്യാവശ്യം ട്രാവൽ ചെയ്യണം, പുതിയ പുതിയ സ്ഥലങ്ങളെ കാണണം, പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് ഈ ജേർണിയിലൂടെ മനസ്സിലായി കേട്ടോ. ഞാൻ ഒരുപാട് സ്ഥലങ്ങളൊന്നും അങ്ങനെ ചെറുതിലെ വീട്ടിൽ നിന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല. ജസ്റ്റ് കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ട്രിപ്പ് പോയതല്ലാണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ട്രിപ്പ് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു ട്രിപ്പായിരുന്നു. എന്നോടിപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, വന്നിട്ട് വീട്ടിലിരുന്നിട്ടില്ലേ, ഫുൾ ടൈം കറക്കമാണല്ലോ എന്ന്. നമുക്ക് ഒരു ലൈഫല്ലേ ഉള്ളൂ. നമ്മൾ അറ്റ്ലീസ്റ്റ് കുറച്ച് സ്ഥലങ്ങളെങ്കിലും കണ്ടിരിക്കണ്ടേ. അല്ലെങ്കിൽ ഈ ലൈഫൊക്കെ കഴിഞ്ഞ് നമ്മൾ മറ്റേ ദുൽഖർ പറയുന്ന പോലെ ഇതൊക്കെ കാണാണ്ട് അങ്ങോട്ട് നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചോദിക്കില്ലേ, നീ എന്താ ഇത്ര നേരത്തെ വന്നതെന്ന്. അറ്റ്ലീസ്റ്റ് നമ്മളെ കൊണ്ട് പറ്റുന്ന കുറേ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ ട്രാവലിംഗ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റട്ടെ കേട്ടോ, ഇൻഷാ അല്ലാഹ്. നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോഴത്തേക്ക് നിർത്തി, റോഡിലും സൈഡിൽ നിർത്തി. നല്ല തണുത്ത കാറ്റും ക്ലൈമറ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നിന്ന് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സ്ഥലമൊക്കെ കണ്ടിട്ട് നമ്മൾ നമ്മുടെ ജേർണി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഈ കാണുന്ന ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തംസപ്പ് പോലെ തോന്നുന്നില്ലേ? അതിന് തംസപ്പ് മൗണ്ടൻ എന്നാണ് കേട്ടോ പറയുന്നത്. മീനാക്ഷി മാമും ഞാനുമായിട്ടുള്ള ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു 1 അക്കാഡമിക് ഇയർ ആയിരുന്നു ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഇമോഷണൽ കണക്ഷൻ ആയിരുന്നു കേട്ടോ. സ്റ്റിൽ ആ ബോണ്ടിങ് ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ബിക്കോസ് ഞങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് കാണാറില്ല, ജസ്റ്റ് ഫോൺ ത്രൂ ഉള്ള കോൺവെർസേഷനാണ്. അങ്ങനെ ഒരുപാട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. എൻ്റെ ബ്രൈഡ് ടു ബി ആക്ച്വലി ഉത്തരാഖണ്ഡ് വെച്ചിട്ടായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ടൈമിൽ എടുത്തൊരു ഫോട്ടോ ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്തു. ഞാനത് എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ നമ്മളവിടെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിസോർട്ടിലോട്ടാണ് കേട്ടോ പോയത്. നൊസ്ട്ര വില്ല റിസോർട്ട് ആൻഡ് സ്പാ, അവിടെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴി അത്യാവശ്യം ഓഫ് റോഡാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു റിസോർട്ട് ഇങ്ങനൊരു സ്ഥലത്താണോ ഈ റിസോർട്ട് ഉള്ളത്. ബിക്കോസ് അത്യാവശ്യം നല്ല ലക്ഷറി സെറ്റപ്പുള്ള ഫോട്ടോസും വീഡിയോസൊക്കെയാണ് നമ്മൾ booking.com കണ്ടത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി കേട്ടോ,
അടിപൊളിയായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് കേട്ടോ എൻട്രൻസ് വരുന്നത്. അടിപൊളി ആംബിയൻസും നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ട്. പാർട്ട് 2-ൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ഇനിയും കുറേ വീഡിയോസ് വരുന്നുണ്ട്. എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.